ഞാനില്ലേ പനീർ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടാ. സംഭവം എന്താ കഴിക്കാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ വിചാരിച്ചു എനിക്ക് ഇഷ്ടപ്പെടൂലാന്ന്. കഴിക്കാണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഇഷ്ടപ്പെടൂല. പണ്ട് ഞാൻ അങ്ങനെ മാഗി അങ്ങനെയാണ് വിചാരിച്ചത് കേട്ടാ. കഴിക്കാണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞ് എനിക്ക് മാഗി ഇഷ്ടമല്ല. അപ്പൊ ഇപ്പൊ ഞാൻ എന്റെ അടിമയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടാ. അതേപോലെ ഇതും അങ്ങനെ വരാനാണ് സാധ്യത കേട്ടാ. അപ്പൊ ഞാൻ ഇന്നൊന്ന് വെറുതെ ഒന്ന് വാങ്ങി നോക്കിയതാണ്. എങ്ങനെ ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റേതായ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ് കേട്ടാ. സംഭവം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ഇതുവരെ പനീർ കഴിക്കാത്തവരൊന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടാ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് കണ്ടോക്കിയാലോ. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാ, ചൂടായി കഴിഞ്ഞാൽ പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. ഇതിപ്പോ ഇട്ടപ്പോ തന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളമെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് ഫ്ലോപ്പായി എന്ന് വിചാരിച്ചേട്ടാ. പക്ഷെ അല്ല, കുറച്ച് സമയം കഴിഞ്ഞേരം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം നല്ല പോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടാന്. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് അതേ വെളിച്ചെണ്ണയിൽ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ചതച്ചതില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടാ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ എന്താ പറയാ, പച്ചമുളക് എല്ലാം ഇടുന്ന കേട്ടാ. ചതച്ച ചുവന്ന മുളകില്ല, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് നല്ലോണം പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. എരിവിന് എത്രയാണ് നിങ്ങൾക്ക് എരിവ് വേണ്ടത് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടാ. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എന്ത് ചെയ്യാ, ഇതിലേക്ക് തക്കാളി അരച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടാ. തക്കാളി എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക, കാരണം അത്രയും വിലയാണ് ഇപ്പൊ. ഇനി എന്ത് ചെയ്യാ, അതെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ പൊരിച്ചു വെച്ച പനീർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടാ. എന്നിട്ട് ഇതിന്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമായി കേട്ടാ. എന്തായാലും ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിനോ ഇല്ലയോന്ന് എനിക്കറിയില്ല, എന്നാലും ഉണ്ടാക്കി നോക്കുക കേട്ടാ. അപ്പൊ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാൻ മറക്കണ്ട കേട്ടാ. അപ്പൊ ഓക്കെ, താങ്ക് യു.